नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 83. വസുദേവർ അനുഷ്ഠിച്ച യാഗകർമ്മങ്ങൾ. പേജ് നമ്പർ 813. സൂര്യഗ്രഹണത്തിൻ്റെ സമയത്തു കുരുക്ഷേത്രത്തിൽ സന്നിഹിതരായ സ്ത്രീജനങ്ങളിൽ കുന്തി, ഗാന്ധാരി, ദ്രൗപദി, സുഭദ്ര എന്നിവരും മറ്റനേകം രാജാക്കന്മാരുടെ റാണിമാരും വൃന്ദാവനത്തിൽ നിന്നു ഗോപിമാരും ഉൾപ്പെട്ടിരുന്നു. തങ്ങൾ വിവാഹിതരായതും കൃഷ്ണൻ തങ്ങളെ ഭാര്യമാരായി സ്വീകരിച്ചതും എങ്ങനെയെന്നു ഭഗവാൻ കൃഷ്ണൻ്റെ വിവിധ റാണിമാർ നടത്തിയ വിശദമായ പ്രസ്താവന കേട്ടപ്പോൾ കുരുവംശത്തിലെ മുഴുവൻ സ്ത്രീകളും അത്ഭുതസ്തബ്ധരായി. റാണിമാരെല്ലാം കൃഷ്ണനോട് എത്രമാത്രം വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടിയാണു ബന്ധപ്പെട്ടിരുന്നത് എന്ന് മനസ്സിലായപ്പോൾ അവർക്ക് ആ റാണിമാരോടു നിറഞ്ഞ ആരാധനയാണ് തോന്നിയത്. കൃഷ്ണനോട് റാണിമാർക്കുണ്ടായിരുന്ന പ്രേമവാത്സല്യങ്ങളുടെ തീവ്രത മനസ്സിലാക്കിയപ്പോൾ യദുകുല സ്ത്രീകൾക്ക് നയനങ്ങളിൽ ബാഷ്പം നിയന്ത്രിക്കാനായില്ല. സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ സംഭാഷണങ്ങളിൽ വ്യാപൃതരായപ്പോൾ കൃഷ്ണനെ കാണാൻ വേണ്ടി എല്ലാ ദിക്കിൽ നിന്നുമുള്ള പ്രധാന മഹർഷിമാരും സന്യാസിമാരും അവിടെ എത്തി. കൃഷ്ണദ്വൈപായന വ്യാസൻ, നാരദ മഹർഷി, ച്യവനൻ, ദേവലൻ, അസിതൻ, വിശ്വാമിത്രൻ, ശതാനന്ദൻ, ഭരദ്വാജൻ, ഗൗതമൻ, ശിഷ്യന്മാരോടൊത്തു ഭഗവാൻ പരശുരാമൻ, വസിഷ്ഠൻ, ഗാലവൻ, ഭൃഗു, പുലസ്ത്യൻ, കശ്യപൻ, അത്രി, മാർക്കണ്ഡേയൻ, ബൃഹസ്പതി, ദ്യുതൻ, ത്രിതൻ, ഏകതൻ, ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്നീ 4 കുമാരന്മാർ, അങ്കിരസ്, അഗസ്ത്യൻ, യാജ്ഞവൽക്യൻ, വാമദേവൻ എന്നിവരായിരുന്നു മഹർഷിമാരിൽ പ്രധാനികൾ. മഹർഷിമാരും സന്യാസിമാരും എത്തിച്ചേർന്നയുടനെ യുധിഷ്ഠിര മഹാരാജാവുൾപ്പെടെയുള്ള സർവരാജാക്കന്മാരും പാണ്ഡവരും ഭഗവാൻ കൃഷ്ണനും ബലരാമനും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്നെഴുന്നേറ്റ് പ്രപഞ്ചം മുഴുവൻ ആദരിക്കുന്ന മഹർഷിമാർക്ക് ശിരസ്സു കുനിച്ച് സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു. തുടർന്നു പീഠം നൽകി ആസനസ്ഥരാക്കി. അർഘ്യപാദ്യങ്ങൾ അർപ്പിച്ചു സ്വാഗതം ചെയ്തു. രുചികരമായ പഴങ്ങൾ,
പൂമാലകൾ, ധൂപം, ചന്ദനക്കുഴമ്പ് എന്നിവയും നൽകപ്പെട്ടു. കൃഷ്ണനും ബലരാമനും വൈദികമായ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മഹർഷിമാരെ പൂജിച്ചു. എല്ലാ മഹർഷിമാരും സുഖമായി ആസനസ്ഥരായപ്പോൾ ധർമ്മ സംരക്ഷണത്തിനായി അവതരിച്ച ഭഗവാൻ കൃഷ്ണൻ എല്ലാ രാജാക്കന്മാർക്കും വേണ്ടി അവരോട് സംസാരിക്കാൻ തുടങ്ങി. കൃഷ്ണൻ സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ മഹർഷിമാരോട് അദ്ദേഹം അരുളി ചെയ്യുന്ന സ്വാഗതോക്തികൾ കേട്ടു മനസ്സിലാക്കാനുള്ള ആകാംക്ഷയോടെ എല്ലാവരും നിശബ്ദരായി. ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: സന്നിഹിതരായിരിക്കുന്ന മഹർഷിമാരും സന്യാസിമാരും വാഴ്ത്തപ്പെടട്ടെ. ഇന്നു നമ്മുടെ ജീവിതം സഫലമായെന്ന് നമുക്കെല്ലാവർക്കും തോന്നുന്നു. നാം ആഗ്രഹിച്ച ജീവിത ലക്ഷ്യം നാം ഇന്നു നേടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സമുന്നത മുക്താത്മാക്കളായ മഹർഷിമാരെയും സന്യാസിമാരെയും നേരിൽ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദേവന്മാർ പോലും അവരെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഭക്തിയുത സേവനത്തിൽ തുടക്കക്കാരും ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുണ്ടെന്നറിയാതെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിക്കു സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നവരും കാമാഭിലാഷങ്ങളുടെ പൂർത്തിക്കായി വിവിധ ദേവതകളെ പൂജിക്കുന്നവരും ഋഷിമാരുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ്. ഋഷിമാരെ നേരിൽ കണ്ട് അവരുടെ പാദപത്മങ്ങൾ തൊട്ടു വന്ദിച്ച് അവരോട് ക്ഷേമാന്വേഷണങ്ങൾ നടത്തി സ്വീകരിക്കാൻ അഥവാ ഉത്സാഹപൂർവം അവരെ പൂജിക്കാനുള്ള സന്ദർഭം പ്രയോജനപ്പെടുത്താൻ ഇക്കൂട്ടർക്കറിഞ്ഞുകൂടാ. ഹരേ കൃഷ്ണ.